കേക്ക് മേടിച്ചാലാ? സത്യം. അതെ, എന്റെ സപ്തതിക്ക് വലിയ ആഘോഷമൊന്നും വേണ്ട, വളരെ ലളിതമായ ഒരു ചടങ്ങ്, അത്രയും മതി. എന്നാ സപ്തതിയിലെ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് നടത്താം. നെഞ്ചും വിരിച്ചെന്ന് ഇമാതിരി മണ്ടത്തരൊക്കെ വിളിച്ച് പറയണമെങ്കിൽ ചില്ലറ ബുദ്ധിക്കുറവൊന്നും പോരാ. ഞാൻ പറഞ്ഞ അധികം ആൾക്കാരെയൊന്നും വിളിക്കണ്ട, നമ്മുടെ വീട്ടുകാരൊക്കെ തന്നെ മതിയെന്നാ. അല്ല അമ്മമ്മേ, അമ്മമ്മക്ക് ഇപ്പൊ 80 വയസ്സായില്ലേ? 70 വയസ്സിലല്ലേ സ്തബ്ധതയൊക്കെ നടത്തണ്ടേ? സ്തബ്ധതി അല്ല, സപ്തതി. എന്തെങ്കിലും ആവട്ടെ, ഞാൻ ചോദിച്ച പോയിന്റ് മനസ്സിലായോ? എനിക്കൊരു 10 വയസ്സ് കുറച്ച് കാണിക്കണമെന്ന് തോന്നി. അതിനിപ്പോ എന്താ, പെണ്ണുങ്ങളായ കുറച്ച് വയസ്സൊക്കെ കുറച്ച് പറഞ്ഞെന്നിരിക്കും. എന്നാ ഈ കൂട്ടത്തില് ഞങ്ങളുടെ അഞ്ചതിയും കൂടെ നടത്തണം. കുറയ്ക്കുമ്പോ കുടുംബം അടക്കം കുറച്ചേക്കാം. നമുക്ക് 5 വയസ്സ് വെച്ചാ അപ്പൊ നമ്മള് UKG ഇരിക്കണ്ടേ? അതിനിപ്പോ എന്താ, നെഞ്ചും വിരിച്ച് കയറിയെങ്കിരിക്കണം. എന്റെ പൊന്നു ബുദ്ധി കുറവുകളെ ഒന്ന് നിർത്ത്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. പറ. എന്റെ സപ്തതിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഓഫർ ഉണ്ട്. എന്റെ പേരിലുള്ള വീടും പറമ്പും നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കലാപരമായി കഴിവുള്ള ആളെ ഞാൻ എഴുതി കൊടുക്കും. അതാരാ നമ്മുടെ കൂട്ടത്തിൽ അങ്ങനെ ഒരാള്? സംശയം എന്താ, ഞാൻ തന്നെ. അതിന് നിനക്കെന്തെങ്കിലും കഴിവുണ്ടാ? ഞാൻ തൊണ്ടയ്ക്ക് കുത്തി മകുടിയുടെ സൗണ്ട് ഉണ്ടാക്കും. ഇപ്പൊ കാണിച്ചു തരാം. നിർത്തടി, വീടും പറമ്പും പോയിട്ട് ഈ പറമ്പിൽ നിന്ന് വെള്ളക്ക പോലും നിനക്ക് തരില്ല. ഞാൻ മിമിക്രി ചെയ്യാമോ? മിടുക്കൻ. ആദ്യമായി അബ്രപ്പാളികളെ വിസ്മയിപ്പിച്ച അതുല്യ കലാകാരൻ ശ്രീ ടിനി ടോമിനെയാണ് ഞാനന്ന് അനുകരിക്കാൻ പോകുന്നത്. നീ അവതരിപ്പിക്കും മൂത്തേ. നിന്നെ ഞാൻ ജയിപ്പിക്കും മാമച്ച. എന്റെ പൊന്നച്ചായ അവന് പ്രാന്താന്നേ. ഇതാണോ ടിനി ടോം? ഇത് ഇവന്റെ തന്നെ സൗണ്ട് അല്ലേ? സ്വന്തം സൗണ്ടില് വെല്ലോറെ സൗണ്ട് എടുക്കുമ്പോഴുള്ള പെയിൻ എന്താന്ന് പുള്ളിയും അറിയണം. കലക്കിടം. അപ്പൊ വീടും പറമ്പും രണ്ടുപേർക്കും ഇല്ല, ഇനി അച്ഛന്റെ ഊഴം. ഞാൻ പാട്ട് പാടാം അമ്മമ്മേ. അമ്മമ്മയുടെ സപ്തതി സ്പെഷ്യൽ. അത് കലക്കി കീച്ച്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സ്വപ്നം കാണാറുണ്ടോ നീയും? സ്വപ്നം കാണാറുണ്ടോ? അയ്യോ അമ്മൂമ്മേ, അയ്യോ, ശ്വാസം ഉണ്ട്, പക്ഷെ ബോധം പോയി. ആരെങ്കിലും പെട്ടെന്ന് ഡോക്ടറിനെ വിളിക്കേ. ഒരു കർണപുടം കേൾക്കാൻ പാടില്ലാത്ത എന്തോ ഒന്ന് മുത്തശ്ശി കേട്ടിട്ടുണ്ട്. ഇടത്തെ ചെവിയുടെ ഡൈഫ്രം 2 കീറിപ്പോയി. ഒരു കണക്കിന് ഞാൻ അത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ വലത്തേക്കാതോ? വലത്തെ കാതിലെ ചെവിക്കായം പൊട്ടിത്തെറിച്ച് പുറത്ത് വന്ന നിലയിലാണ്. അയ്യോ, ചെവി കായം ഇല്ലാത്തതുകൊണ്ട് 5 ദിവസം 3 നേരം ഇത് ചെവിയിലിട്ട് കൊടുത്തു. ഇതെന്താ ഡോക്ടർ? ഇത് NS കൂട്ട് പെരുങ്കായം. എന്നാ ശരി, വരട്ടെ. ഒരു കാര്യത്തിലെ സംശയമുള്ളൂ, എന്റെ പാട്ടാണോ നിന്റെ മകുടിയാണോ അതോ ഇവന്റെ ടിനിട്ടോമാണോ അമ്മമ്മയുടെ ചെവിക്കായം ചിതർപ്പിച്ചത്? അത് പ്രേക്ഷകര് പറയട്ടെ, അതല്ലേ അതിന്റെ ഒരു ന്യായം. ശരിയാ.